ഹലോ എവറിബഡി, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ ഓതർ സെൽമ ലെഗലോഫ് ആണ്. ഇതൊരു സ്വീഡിഷ് റൈറ്ററാണ്. അവർ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ വുമണും ഈ റൈറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ഓതർ കുറച്ച് ദിവസം മുന്നേ സ്റ്റോക്ക്ഹോമിലേക്ക് ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതിന് മുന്നേയും സ്റ്റോക്ക്ഹോമിൽ പോയിട്ടുണ്ട്, അത് പല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരുന്നു, അതായത് എക്സാം പാസ് ചെയ്യുക. അപ്പോൾ ഈ സമയം അവർ സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്നത് നോബൽ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. മേ ബി അതും എന്തായിരിക്കാം, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം എന്ന് ചിന്തിക്കുകയാണ്. ഈ നൊബേൽ പ്രൈസ് വാങ്ങുന്നത് ചിന്തിച്ചിട്ട് ഒരുപാട് സന്തോഷവും ആങ്സൈറ്റിയും എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഓതറിനുള്ളത്. ആ ഒരു സമയത്ത് അവർ ചിന്തിക്കുകയാണ് എന്ത്, ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടാൻ കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. അതിലേറ്റവും ഫസ്റ്റ് വരുന്നത് ആരാണ്? അവരുടെ വയസ്സായിട്ടുള്ള അമ്മയാണ്. പക്ഷേ അച്ഛനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വിഷമം വരുവാണ്. കാരണം അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയെന്നൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പറയാമായിരുന്നു. ഏത് അച്ഛനാണെങ്കിലും മകൾക്ക് ഒരു നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കും അല്ലേ? അതേപോലെ ഈ ഓതറുടെ അച്ഛനും ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇതൊന്നും കാണാൻ ആരിവിടെ ഇല്ല, ഈ അച്ഛനിവിടെ ഇല്ല. അച്ഛനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ശബ്ദ കോലാഹലങ്ങളുണ്ടല്ലോ ട്രെയിനിലുണ്ടാവുന്നത്, അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മെലഡി ആയിട്ടെല്ലാം തോന്നുകയാണ് ആ ശബ്ദങ്ങളെല്ലാം. അതുപോലെ തന്നെ അവർക്ക് റെയിൽ പാളത്തിലൂടെ പോകുന്ന പോലെയല്ല ഇപ്പോൾ തോന്നുന്നത്. അവർക്ക് തോന്നുന്നത് എങ്ങനെയാണ്, സ്പേസിൽ ആകാശത്തൂടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. അവർക്ക് അവരുടെ അച്ഛനെ ഒന്നുകൂടെ കാണാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നുകയാണ്. ആ ഒരു സമയത്ത് അവർ ഡേ ഡ്രീമിങ് ചെയ്യാൻ തുടങ്ങുക. എന്താ ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ? പകൽക്കിനാവ് കാണുക. അതായത് ഇല്ലാത്ത കാര്യമാണ്, നമ്മളിങ്ങനെ പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുക. സ്വർഗത്തിലുള്ള അവരുടെ അച്ഛനെ മീറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് പകൽക്കിനാവ് കാണുന്നത്. ഓക്കെ, ഫാദർ ഉറപ്പായിട്ടും ബുക്ക് വായിച്ചുകൊണ്ട് വരാന്തയിൽ ചാരുകസാലയിൽ ഇരിക്കുമായിരിക്കും. ഈ ഓതറെ കണ്ടാൽ ഇവരെന്ത് ചെയ്യും, ഈ കണ്ണടയെല്ലാം മുകളിലേക്ക് വെച്ച് ഇവരുടെ അടുത്തേക്ക് നടന്നു വരും. അച്ഛൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള കാര്യം, ആ ഒരു ന്യൂസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സന്തോഷമെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ വേറൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അതായത് ഡയറക്റ്റായിട്ട് എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്ന് പറയാതെ ഇൻഡയറക്റ്റ് അപ്രോച്ചാണ് നടത്തുന്നത്. അവർ പറയുന്നത് എന്താണ്, ഞാൻ നിങ്ങളെടുത്ത് ഒരു അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛാ വന്നിട്ടുള്ളത്, ഞാനൊരു വലിയ കടബാധ്യതയിൽ പെട്ടിട്ടുണ്ടെന്ന് പറയും. അച്ഛൻ പറയും, ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്ത് എല്ലാ സാധനങ്ങളും കിട്ടും, പക്ഷേ മണി മാത്രം കിട്ടില്ല. ആ സമയം ഓതർ അച്ഛനോട് പറയാണ്, പക്ഷേ എനിക്ക് ആവശ്യം പൈസയല്ല. അച്ഛൻ ഓർമ്മയുണ്ടോ ആ ഒരു കുട്ടിക്കാല സമയത്ത് പിയാനോ വായിച്ചു തന്നത്, അതുപോലെ ബെൽമാൻ സോങ് പ്ലേ ചെയ്തത്? കുട്ടികളായിരിക്കുന്ന സമയത്ത് ടെഗ്നറിൻ്റെ, റൺബർഗിൻ്റെ, ആൻഡേഴ്സൺസിൻ്റെ ഒക്കെ ബുക്സ് വായിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കടത്തിലായിട്ടുള്ളത് എന്ന് പറയാണ് അച്ഛനോട്. എന്നെ ഈ ഫെയറി ടെയിലും ഹീറോസിൻ്റെ വീരകഥകളും എല്ലാം ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചിട്ടുള്ള ഇവരോടൊക്കെ ഞാൻ എങ്ങനെയാണ് കടം വീട്ടുകയെന്നും ഓതർ ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ഫാദറിന് ഒരുപാട് സന്തോഷമാവാണ്. കാരണം ഇങ്ങനെയുള്ളൊരു കടത്തിൽ ഫാദറാണല്ലോ ഇവളെ ആക്കിയിട്ടുള്ളത് എന്ന കാര്യം ഓർത്തിട്ട്. പിന്നീട് ഓതർ കടപ്പെട്ടിട്ടുള്ള ബാക്കി ആളുകളെ കൂടെ അച്ഛന് പറഞ്ഞു കൊടുക്കുകയാണ്. പാവപ്പെട്ട വീടില്ലാത്ത നാടോടികളായിട്ടുള്ള ആളുകളുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും അവർ കുറേ ഫൂളായിട്ടുള്ള കളികൾ കളിക്കുന്നതും പാട്ട് പാടുന്നതും, അങ്ങനെയുള്ള അവരോടും ഓതർ കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രായം ചെന്ന അച്ഛനമ്മമാരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. കാരണം അവരാണ് എനിക്ക് ജലദേവതകളുടെയും അമാനുഷിക മനുഷ്യരുടെയും അതുപോലെ മന്ത്രവാദികളുടെയും എല്ലാം കഥ പറഞ്ഞു തന്നിട്ടുള്ളത്. അവരാണ് കാടുകളിലും പാറകളിലും എല്ലാം കവിത ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മനുഷ്യരോട് മാത്രമല്ല ഓതർ കടപ്പെട്ടിട്ടുള്ളത്, അവർ ഭൂമിയിലുള്ള ആനിമൽസിനോട്, അതുപോലെ ബേർഡ്സിനോട്, ട്രീ, ഫ്ലവർ, അങ്ങനെ എല്ലാത്തിനോടും കടപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓതർ അവരുടെ വായനക്കാരോടും കടപ്പെട്ടിട്ടുണ്ട്. കാരണം അവരൊന്നും ഈ ബുക്ക് വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരാവുമായിരുന്നു ഓതർ എന്നുള്ളതും ഓതർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഓതറെ പറ്റി എഴുതിയിട്ടുണ്ട്, അവരോടും കടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഫോറിൻ ലാൻഡ്സിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ വിമർശകരുണ്ട്, അവരോടും ഉയർത്തി സംസാരിക്കുന്നവരുണ്ട്, അവരോടും എല്ലാവരോടും ഓതർ കടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാണ്.
എന്നെ സഹായിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛാ. ഞാൻ എൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് ഉണ്ട് SLJ, അവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. അവരാണ് ആരും ഇല്ലാത്ത സമയത്ത്, ആരും വിശ്വസിക്കാത്ത സമയത്ത് എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തന്നിട്ടുള്ളത്. അതുപോലെ എനിക്ക് ഒരുപാട് സ്നേഹം വന്നു, ബഹുമാനം വന്നു, പലതും വന്നു. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കടം ഞാൻ എങ്ങനെയാണ് വീട്ടുക? അച്ഛനോട് പറയാണ്, ഈ കടപ്പാടുകളെല്ലാം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ബിഗ്ഗസ്റ്റ് കടപ്പാട് ഇതൊന്നുമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇവിടെ അഡ്വൈസ് ചോദിച്ച് വന്നിട്ടുള്ളതെന്ന് പറയുകയാണ് അച്ഛൻ്റെ അടുത്ത്. എന്താണ് ആ ബിഗ്ഗസ്റ്റ് കടപ്പാട്? യെസ്, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടല്ലേ, അത് പറയാനാണ് വന്നത്. ആ സമയം അച്ഛൻ പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിനേക്കാൾ കൂടുതൽ നീ എങ്ങനെയാണ് കടപ്പെട്ടിട്ടുള്ളത് എന്ന്. ആ ഒരു സമയം ഓദർ പറയും, എന്ത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന്. നൊബേൽ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ അച്ഛനത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണ് എന്നുള്ളത്. ആ സമയം അച്ഛൻ്റെ മുഖത്തുള്ള ചുളിവുകളെല്ലാം ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അതേ സമയം തന്നെ കണ്ണിലേക്ക് കണ്ണുനീര് വരികയും ചെയ്യും. ആ സമയം ഞാൻ അച്ഛനോട് പറയും, ഇത് വെറും പണത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രശസ്തിയുടെയോ ഒരു കാര്യമല്ല, മറിച്ച് അവരെനിക്ക് തരുന്നൊരു വിശ്വാസമാണ്. ഇതിന് ഞാൻ എങ്ങനെയാണ്, ഈ കടപ്പാടിന് ഞാൻ എങ്ങനെയാണ് അവരോട് നന്ദി പറയുക? ആ സമയം അച്ഛൻ പറയാണ്, സ്വർഗത്തിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും ഒന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു പ്രോബ്ലം ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ തല പുകയ്ക്കില്ല. കാരണം ഞാൻ എന്തിനാണ് തല പുകയ്ക്കുന്നത്? എൻ്റെ മകൾക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ വേറൊന്നും ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല എന്ന്. ഈ ചാപ്റ്ററിൻ്റെ അവസാനം സെൽമ ലഗലോഫ് ഓദർ എന്ത് ചെയ്യാണ്, ഈ റിയൽ ലൈഫ് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാണ്. അവരോട് റെസ്പെക്റ്റ്ഫുള്ളി പറയാണ്, എൻ്റെ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണമെന്ന് പറയാണ്. ഈ ഒരു അച്ഛനുമായിട്ടുള്ള ഇമാജിനറി സംഭാഷണത്തിലൂടെ അവരുടെ ജീവിതത്തിലും അവരുടെ സക്സസ്സിലും ഒരുപാട് ആളുകൾ കാരണക്കാരായിട്ടുണ്ട്. അവരോടൊക്കെ ഉള്ള ആ ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡും നന്ദിയും ഒക്കെ പ്രകടിപ്പിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു വേയിലൂടെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറി നിങ്ങൾക്ക് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ചാപ്റ്റർ മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. ഈ വീഡിയോ ജസ്റ്റ് കേട്ടിങ്ങനെ പോയാൽ പോരാ, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.